ഹലോ ഫ്രണ്ട്സ്, വൈകിട്ടേ ഒന്ന് പുറത്ത് പോയതാട്ടോ. റിക്കവറി മോഡിലേക്ക് പോയ എൻ്റെ ഒരു പഴയ ഫോണിനെ റിക്കവർ ആക്കാൻ റിപ്പയർ ഷോപ്പിൽ കൊടുത്ത് ഒരു കുഞ്ഞ് ബേബി പൗഡർ ഒക്കെ വാങ്ങിട്ടോ. എന്നിട്ട് നേരെ വിട്ടത് ഞങ്ങൾ കണ്ടശാൻ കടവിലേക്കാണ് കേട്ടോ. നമ്മുടെ പ്രധാന ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് കേട്ടോ കണ്ടശാൻ കടവ്. ഇവിടെ പ്രധാനം ബോട്ടിംഗ് ആണെങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല കേട്ടോ. കുറച്ചു നേരം അവിടുത്തെ പ്രകൃതി മരണീയതൊക്കെ കണ്ടിട്ട് തേരാപ്പാര നടന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്കടയിൽ കയറിട്ടോ. സാധാരണ ഞങ്ങൾ എന്തെങ്കിലും പാപ്പം കഴിക്കുമ്പോൾ പിങ്കിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും പാപ്പം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം സുഖിയം വാങ്ങിക്കൊടുത്തു. സുഖിയൻ എന്തായാലും ആൾക്ക് നന്നായിട്ട് സുഖിച്ചിട്ടുണ്ട് കേട്ടാ. എന്റെ മോളെ ഇത്രയും നന്നായിട്ട് പാപ്പം കഴിക്കുന്നത് കണ്ടിട്ടേ ഞാൻ നിർവൃതി അടഞ്ഞുട്ടോ. പിന്നെ നേരെ ജിയോ മാർട്ടിലേക്കാട്ടോ പോയത്. അല്ലറ ചില്ലറ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടോ. എന്റെ സത്പുത്രി ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് 2 വെള്ളയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് അവൾ ഉറങ്ങുന്നതിന് മുമ്പ് തീറ്റിക്കാന്ന് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു. പിന്നെ അവൾ ഉറങ്ങിയത് 11 മണിക്കായിരുന്നു. അതിന്റെ ഇടയിൽ എന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കർക്കിടക മാസത്തിൽ തന്നെ ആട്ടി പുറത്താക്കിയിട്ട് വീണ്ടും ചിങ്ങമാസത്തിൽ തന്നെ സ്വീകരിച്ചിരുത്തിയതിന്റെ മുഴുവൻ ഗമയും മുരിങ്ങലയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.